വെറുമൊരു തുള്ളി ബ്ലഡ് കൊണ്ട് 100-ൽ പരം രോഗങ്ങൾ സ്ഥിരീകരിക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? കേട്ടിട്ട് ഒരു സയൻസ് ഫിക്ഷൻ പോലെ തോന്നുന്നതല്ലേ? പക്ഷേ ഈ സയൻസ് ഫിക്ഷൻ റിയൽ ആക്കാം എന്ന് പറഞ്ഞ് ഒരാൾ മുന്നോട്ട് വരുന്നു. ഇത് പറഞ്ഞ് കോടീശ്വരന്മാരെ തൻ്റെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കുന്നു. പക്ഷേ ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട്. ഇറ്റ് വാസ് ഓൾ ഫേക്ക്. യെസ്, ഇത് നടത്തിയത് വേറെ ആരുമല്ല, തെറാനോസ് കമ്പനിയുടെ ഫൗണ്ടർ എലിസബത്ത് ഹോംസ്. First they think you're crazy, then they fight you, and then all of a sudden you change the world. അടുത്ത സ്റ്റീവ് ജോബ്സ് ആവാൻ വേണ്ടി 19ാമത്തെ വയസ്സിൽ തന്നെ തെറാനോസ് എന്ന് പറയുന്ന കമ്പനി ആരംഭിക്കുന്നു. പിന്നീട് എഡിസൺ എന്ന് പറയുന്ന വളരെ റെവല്യൂഷണറി ആയിട്ടുള്ള ബ്ലഡ് ടെസ്റ്റിംഗ് മെഷീൻ ഉണ്ടെന്നും ആളുകളെ വിശ്വസിപ്പിക്കുന്നു. ഒരു തുള്ളി രക്തം കൊണ്ട് 100-ൽ അധികം രോഗങ്ങൾ വളരെ കുറഞ്ഞ ചെലവിൽ കണ്ടുപിടിക്കാമെന്നും പണ്ടത്തെ പോലെ നീണ്ട വരികളിൽ കാത്തു നിൽക്കണ്ട എന്നും ഇവർ സ്ഥാപിക്കുന്നു. ഇത് കേട്ട് ഇൻവെസ്റ്റേഴ്സ് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. വാൾഗ്രീൻസും സേഫേ പോലുള്ള കമ്പനികൾ പോലും ഇൻവെസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ കമ്പനി ഏകദേശം $9 ബില്യൺ വാല്യൂഷനിലേക്ക് മാറുന്നു. എല്ലാവരും പറഞ്ഞു ഇറ്റ് വാസ് എ ഡ്രീം കം ട്രൂ. ബട്ട് വാസ് ഇറ്റ് റിയലി? എഡിസൺ എന്ന് പറഞ്ഞ മെഷീൻ പറഞ്ഞതിൻ്റെ 10-1 പോലും വർക്ക് ചെയ്യുന്നില്ല. കമ്പനി ഇത് മറച്ചു വെക്കുന്നു. ട്രഡീഷണൽ ലാബുകൾ ടെസ്റ്റ് നടത്തി പേഷ്യൻസിന് ഫേക്കായ റിപ്പോർട്ടുകൾ നൽകുന്നു. പക്ഷേ നമ്മുടെ ഹോംസിനെ ഇതൊന്നും ബാധിക്കുന്നില്ല. മീഡിയയും ആളുകളെയും പറ്റിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ 2015 കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു. മീഡിയയ്ക്ക് ഇൻഫർമേഷൻ ലീക്കായി ദാറ്റ് ദ തെറാനോസ് കമ്പനി ഈസ് എ ടോട്ടൽ ബിഗ് ഫ്രോഡ്. അങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയതിനെ തുടർന്ന് ഹോംസിനും പാർട്ട്ണറിനും ഏകദേശം $700 മില്യൺ ഫൈനായി കോടതി വിധിക്കുന്നു. അങ്ങനെ 2018 കമ്പനി മൊത്തത്തിൽ ഷട്ട് ഡൗൺ ചെയ്യപ്പെടുന്നു. പിന്നീട് 2022 എലിസബത്ത് ഹോംസിന് 11 വർഷത്തെ ജയിൽ ശിക്ഷയ്ക്കായി കോടതി വിധിക്കുന്നു. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? എലിസബത്ത് ഹോംസ് ഒരു അംബീഷ്യസ് ഓൺട്രപ്രണർ ആയിരുന്നു, അതോ ഒരു മാസ്റ്റർ മാനിപ്പുലേറ്ററോ? ലെറ്റ് us know in the comments. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ ബിസിനസ് സ്കാംസിനും കോർപ്പറേറ്റ് ഫ്രോഡ്സിനും ഫിനാൻഷ്യൽ മിസ്റ്ററീസിനുമായി നമ്മുടെ യൂട്യൂബ് ചാനലും ഇൻസ്റ്റാഗ്രാം ചാനലും ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് നമ്മൾ കാണും വരെ ടിൽ ദാറ്റ് ബൈ ബൈ.